അവർ മാത്സ് അക്കാദമിയുടെ ഗണിതം ലളിതം മധുരം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വ്യക്തമാക്കി ഗണിതം അഭ്യസിച്ചു കഴിഞ്ഞാൽ ഏത് ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും ഗണിത ഭാഗത്തിലെ ദുർഘടം പിടിച്ച ക്രിയകളൊക്കെ മിന്നൽ വേഗതയിൽ ചെയ്യാൻ കഴിയും എന്ന് നാം വ്യക്തമാക്കി. ഇനി അതെങ്ങനെ പരിശീലിച്ച് എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ വേദഗണിതം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു നോട്ട് പുസ്തകവും പേനയും കയ്യിൽ വയ്ക്കുക. ഓരോ എക്സാമ്പിൾ ഞാൻ ചെയ്യുമ്പോൾ അതോടനുബന്ധിച്ചുള്ള എക്സാമ്പിൾ എന്നേക്കാൾ വേഗതയിൽ ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യ ഭാഗങ്ങളിലൊക്കെ കുറച്ച് പ്രയാസം തോന്നുമെങ്കിലും ചില ഭാഗങ്ങളൊക്കെ സ്വായത്തമായി കഴിഞ്ഞാൽ ഈ വേദഗണിതം എളുപ്പമാണെന്ന് ആർക്കും മനസ്സിലാവുന്നതാണ്. വേദഗണിതം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അവരവരുടെ പിതൃക്കളെ, ഗുരുക്കന്മാരെ, ഈശ്വരന്മാരെ സ്മരിച്ച് മാനവരാശിക്ക് വേണ്ടി ഗണിത ഗവേഷണങ്ങൾ നടത്തി സ്വന്തം ജീവിതം ഹോമിച്ചുകൊണ്ട് ഗണിത അന്വേഷണം നടത്തി നമുക്ക് സംഭാവന ചെയ്ത ഗണിതശാസ്ത്ര പ്രതിഭകളെ, മൺമറഞ്ഞുപോയ ഗണിതശാസ്ത്ര പ്രതിഭകളെ സ്മരിച്ച് സർവോപരി ഈ ഗണിതം വിഭാഗം അഥർവവേദത്തിൻ്റെ പരിശിഷ്ടമായ സാപത്യവേദത്തിൽ നിന്ന് സമാഹരിച്ച് മനനം ചെയ്ത് തപസ് ചെയ്ത് അതീന്ദ്രിയ ജ്ഞാനത്തിലൂടെ അതിൻ്റെ അർത്ഥം ഗ്രഹിച്ച് നമുക്ക് വെളിവാക്കി തന്ന ഭാരതീകൃഷ്ണ തീർത്ഥാജി മഹാരാജിയുടെ പാദകമലങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. വേദഗണിതം ഉപയോഗിച്ചുകൊണ്ട് ഗണിതത്തിലെ പ്രാഥമിക ക്രിയകൾ ചെയ്യാനുള്ള മിന്നൽ മേഖല ചെയ്യാനുള്ള ഉപാധി ഉണ്ട്. അത് അതിൻ്റെ വേദഗണിതത്തിൻ്റെ പ്രാഥമിക പ്രയോജനം മാത്രമാണ്. അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം സാക്ഷാത്കാരം തന്നെയാണ്. മനസ്സിനെ ഏകാഗ്രമാക്കുക. എല്ലാ മഹാത്മാക്കളും പറയുന്നത്, അല്ലെങ്കിൽ മഹാത്മാക്കളുടെ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലൂടെയും വ്യക്തമാകുന്നത്, ബൈബിൾ ആയാലും ഖുർആൻ ആയാലും വേദങ്ങളായാലും ഉപനിഷത്തായാലും വിജ്ഞാന ഭൈരവി തന്ത്രമായാലും ഏത് ആധ്യാത്മിക ഗ്രന്ഥമായാലും അതിലൂടെ വ്യക്തമാക്കുന്നത് മനസ്സിനെ ഏകാഗ്രമാക്കുക, എങ്കിൽ പ്രപഞ്ച രഹസ്യം മനസ്സിലാകും എന്നുള്ളതാണ്. ഇതുപോലെ മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള വിദ്യകളാണ് ഈ സൂക്തങ്ങളിലൂടെ വരുന്നത്. അല്ലെങ്കിൽ വേദത്തിന്റെ ഭാഗം തന്നെയാണല്ലോ. ശ്രീബുദ്ധൻ, ശ്രീയേശു, ശ്രീകൃഷ്ണൻ, മുഹമ്മദ് നബി, ചട്ടമ്പി സ്വാമികൾ, രമണ മഹർഷി, മതാമൃതാനന്ദമയി, ഇവരൊക്കെ പ്രബുദ്ധത നേടിയവരാണ്. ഈ പ്രബുദ്ധത നേടാനുള്ള മാർഗമാണ് വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും മറ്റ് ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലൂടെയും വ്യക്തമാക്കുന്നത്. ഈ എപ്പിസോഡിൽ നാം കൈകാര്യം ചെയ്യുന്ന ഗണിത വിഷയം 3ാം ക്ലാസ് മുതൽ ഏത് ഡിഗ്രി PG തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും ഉപയോഗപ്രദമായ വർഗമൂലം സ്ക്വയർ റൂട്ട് എന്ന അഭ്യാസമാണ്. നമുക്ക് വേദഗണിത പരിശീലനം ആരംഭിക്കാം. വേദഗണിത നമ്മൾ അഭ്യസിക്കുമ്പോൾ ജനറൽ മെത്തേഡും സ്പെസിഫിക് മെത്തേഡും ഉണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ജനറൽ മെത്തേഡും സ്പെസിഫിക് മെത്തേഡും. ഈ ജനറൽ മെത്തേഡാണ് നമുക്ക് കൂടുതൽ ആവശ്യമായിട്ടുള്ള ജനറൽ മെത്തേഡാണ്. ഞാൻ എക്സാമ്പിളായിട്ട് 10 മുതൽ ഞാൻ നമ്പർ ഇങ്ങനെ എഴുതുകയാണ്. 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 10 മുതൽ 20 വരെയുള്ള 2 ഡിജിറ്റ് നമ്പേഴ്സ് നമ്മൾ എഴുതി. വേദഗണിതം എങ്ങനെ പരിശീലിക്കണം എന്നുള്ളത് കാണിച്ചു തരികയാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്. ഇതിനെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ ഞാൻ 11 കൊണ്ട് ഗുണിക്കുകയാണ്. ഇതുപോലെ നിങ്ങളും നോട്ട് പുസ്തകത്തിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമോ ഇതുപോലെ എഴുതി പരിശീലിക്കണമെന്നില്ല. ഒരു ക്രിയ ചെയ്താൽ 10 തവണയെങ്കിലും അത് പരിശീലിക്കണം. അപ്പൊ ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പരിശീലനം ഏത് വിധത്തിലാണെന്ന് ചോദിച്ചാൽ 10നെ 11 കൊണ്ട് ഗുണിച്ചാൽ നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ 10 ഏത് 2 ഡിജിറ്റ് ആയാലും ആ ഡിജിറ്റ്
വിട്ടെഴുതി ഈ 2 ഡിജിറ്റും കൂടി കൂട്ടി അതിന് നടുവിലിടുക. 1 + 0 1 110. അതിന് പല വഴികളുണ്ടാവും. 11ന് 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു 0 ഇട്ടാൽ മതി എന്നുള്ള വേറെ സംഗതിയാണ്. അതൊക്കെ ഉണ്ടാവും. വേദഗണിതത്തിലൂടെ ചെയ്യുമ്പോൾ 11 എന്ന് വിട്ടെഴുതി അതിന് 1 കൂടി കൂട്ടി 2 എഴുതി. ഇതുപോലെ 10 ഉണ്ടെങ്കിലും നിങ്ങൾ പരിശീലിക്കണം, എങ്കിലേ അതിന്റെ മാസ്റ്റർ ആവും. ഇത് ചെറിയ വിഷയമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലെ അങ്ങോളം പറയുന്ന ജനറൽ മെത്തേഡായാലും സ്പെസിഫിക് മെത്തേഡായാലും ജനറൽ മെത്തേഡിന് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പരിശീലിക്കണം. അപ്പൊ നിങ്ങൾ ഇതുപോലെ പെട്ടെന്ന് എഴുതി നിങ്ങൾ പരിശീലിക്കണം. അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നേക്കാൾ വേഗതയിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അതിന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ശേഷമെങ്കിലും ഇതുപോലെ എഴുതി നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഇതുപോലെ ഞാൻ 1 2 2 കൂടി കൂട്ടി 1 3 1 3 4 1 4 1 4 5 1 5 1 5 6 1 6 1 6 7 ഇതാ ഇതുപോലെ നിങ്ങൾ ചെയ്യുന്നു. ഇനി 19 11 കൊണ്ട് ഗുണിക്കുമ്പോൾ 1 എഴുതി 1 9 കൂടി കൂട്ടുമ്പോൾ 10 ഉണ്ട്. ഇതിന് മധ്യത്തിൽ ഒരു അക്കം മാത്രമേ എഴുതാൻ പാടുള്ളൂ. 1 9 10 എഴുതി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ബാക്കി 1 കൂടെ കൂട്ടുക. 2 0 11ന് 20 കൊണ്ട് ഗുണിക്കും 12 22 0 ഇട്ടാൽ മതി. പക്ഷെ അങ്ങനെയല്ല, വേദഗണിതത്തോട് ചെയ്യുമ്പോൾ 0 എഴുതി 2 0 കൂടിക്കുമ്പോൾ 2 ഇവിടെ വിട്ടെഴുതി 2 വിട്ടെഴുതി 2 0 കൂടി കൂട്ടി. അപ്പൊ ഇതുപോലെ ഇത് 10 11 12 എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 10 എക്സാമ്പിൾ എടുക്കുക. 62 62 62 × 11 10 എഴുതുക. 6 2 8. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഓരോ എടുക്കുമ്പോഴും പരിശീലിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇന്ന് പുതുതായി എടുക്കുന്നത് 2 ഡിജിറ്റ് 2 ഡിജിറ്റ് അല്ലെങ്കിൽ 3 ഡിജിറ്റ് അല്ലെങ്കിൽ 4 ഡിജിറ്റിന്റെ സ്ക്വയറും സ്ക്വയർ റൂട്ടും കാണുന്നതാണ്. അപ്പൊ ആദ്യം എന്താണ് സ്ക്വയർ എന്ന് അറിയാം, കേൾക്കുന്നവർക്ക് ഏകദേശം അറിയാൻ പറ്റും. എങ്കിലും 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 × 4 ആണ്. സത്യത്തിൽ 4 × 4 4 × 4 എന്ന് വരുമ്പോൾ 4 + 4 + 4 + 4 ആണ് 4 × 4. 4ന് 4 കൊണ്ട് 4 പ്രാവശ്യം ഗുണിക്കുമ്പോഴാണ് 4 × 4 വരുന്നത്. 4 മൾട്ടിപ്ലൈഡ് ബൈ 4. അതുപോലെ 5 സ്ക്വയർ ആണെങ്കിൽ 5ന് 5 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടി? 25. അപ്പൊ ഇത് വലിയ സംഖ്യയിലേക്ക് വരുമ്പോൾ സാധാരണ കോമ്പറ്റീവ് എക്സാം എഴുതുന്ന സെന്ററിൽ നിന്നൊക്കെ പറയും, എഴുതിക്കുന്ന സെന്ററിൽ നിന്നൊക്കെ പറയും 30 വരെ അല്ലെങ്കിൽ 40 വരെ 100 വരെ ബൈഹാർട്ട് പഠിക്കാനല്ല. ബൈഹാർട്ട് പഠിക്കാൻ കഴിയുന്നിടത്തോളം പഠിക്കുക. ബൈഹാർട്ട് പഠിക്കുന്നതിൽ കൂടുതൽ സ്പീഡ് ഒന്നിനും കിട്ടില്ല. ഇപ്പം ഒരു 25ന്റെ സ്ക്വയർ 625, 24ന്റെ സ്ക്വയർ 576, 26ന്റെ സ്ക്വയർ 676. ഇങ്ങനെ ബൈഹാർട്ട് പഠിച്ചാൽ എളുപ്പം കഴിയും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ല, വേദ ഗണിതത്തിലൂടെ എങ്ങനെ സ്ക്വയർ കാണാൻ കഴിയുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ 11ന് 11 കൊണ്ട് ഗുണിക്കാൻ, ഇത് ഈ പറഞ്ഞത് സ്പെസിഫിക് ജനറൽ മെത്തേഡ് അല്ല. ഈ 11 കൊണ്ട് ഗുണിക്കുക എന്നുള്ളത് സ്പെസിഫിക് മെത്തേഡാണ്. ഏത് നമ്പറിനെയും ഏത് നമ്പർ കൊണ്ട് ഗുണിക്കുന്നതാണ് ജനറൽ മെത്തേഡ്. അപ്പൊ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരിക്കുന്നു. 1 × 1 1 1 1 2 1 1. അതിന് നമുക്ക് ഇങ്ങനെ കിട്ടുക. 12ന് 11 കൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു 1 2 2 1 1 2 3 1 1 അതാ 132. ഒരു 13 കൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു 1 3 3 1 1 1 3 4 1 1 ഇതാ 153. ഇതുപോലെ പരിശീലന പ്രശ്നം ആരംഭിക്കുമ്പോൾ നിങ്ങളൊരു 10 ക്വസ്റ്റ്യൻ ഇതുപോലെ എഴുതുക. 41 × 21 ചെയ്യുന്ന. അപ്പൊ നിങ്ങൾ ചെയ്തു നോക്കണം. 1 1 1 4 4 2 6 4 2 8. അപ്പൊ ഇതുപോലെ സ്ക്വയർ ഈ വിധത്തിലും സ്ക്വയർ കാണാം. ഇപ്പോ 11 × 11 പറഞ്ഞാൽ 11ന്റെ സ്ക്വയർ ആണല്ലോ. 11ന്റെ സ്ക്വയറിൽ 20 കിട്ടിയേ. നിങ്ങൾ നോക്കി 12 × 12 സ്ക്വയർ ആണ്. 12 സ്ക്വയർ ആണ്. 2 4 1 2 2 2 4 1 154. 13ന്റെ സ്ക്വയറാ കാണുന്നതെങ്കിൽ 13 × 13 3 3 9
ഒരു 3 3 3 6 1 13 സ്ക്വയർ ബൈഹാർട്ട് പഠിക്കുന്നവർ ബൈഹാർട്ട് പഠിച്ചോ. ഇപ്പം ഇത് ഇങ്ങനെ 14 15 16 17 നിങ്ങൾക്ക് ചെയ്യാം. 18 18 അറിഞ്ഞൂടെങ്കിൽ അപ്പോൾ 18 18 ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ചില സ്ട്രക്കാവും. 8 64 ഇതുവരെ ശിഷ്ടമില്ലായിരുന്നു, കാരിങ് ഇല്ലായിരുന്നു. 8 64 ബാക്കി 6 അവിടെയുള്ള. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ 1 8 8 16 6 22 ബാക്കി 2 1 1 2 3. ഇത് പരിശീലിച്ച പോലെ ഈ ക്യാരിങ് വരുന്ന കുറെ നിങ്ങൾ പരിശീലിക്കണം. 18 18 324. ഇനി 19 19 ചോദിച്ചു നോക്ക്. 19 × 19 ഇത് കുറെ എക്സാമ്പിൾ വെച്ച് പരിശീലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങോട്ട് ശരിയാവൂ. 9 9 81 8 1 9 9 9 18 8 26 2 1 1 2 3. 19 19 361 ബൈഹാർട്ട് പഠിക്കാൻ പറ്റുന്നവർക്ക് പഠിക്കാം. പക്ഷെ വേദഗണിതത്തോട് 62 × 62 ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ഈ 2 4 6 2 12 12 24 ബാക്കി 2 6 6 36 2 38. വലിയ വ്യക്തി എഴുതുക. 65 × 65 നമ്മൾ എന്ത് ചെയ്യും? 5 25 ബാക്കി 2 6 5 30 30 62 62 6 6 6 36 6 42. ഇതിനൊക്കെ വേറെ ജനറൽ മെത്തേഡ് ഉണ്ട്. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ക്വയർ കാണാനുള്ള ഒരു വഴിയാണ്. ഇത് ഇവിടെ ഏത് സൂക്തം ഉപയോഗിച്ച് ഊർദ്ധതിര്യഭ്യാം എന്നുള്ള സൂത്രം ഇവിടെ ഉപയോഗിച്ച് അതിനെപ്പറ്റി നമ്മൾ വേദനാഥപ്പെടണ്ട. നമ്മളിപ്പം 75 × 75 വന്നാൽ 5 5 25 ബാക്കി 2 7 5 30 35 72 72 7 7 7 49 56. ഇത് സാധാരണഗതിയിൽ ചെയ്യാൻ വളരെ പ്രയാസമുണ്ട്. ഇപ്പൊ 75 75 × 75 ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കൂടുതൽ സമയം എടുക്കും. 5 25 2 ഈ ക്രമത്തിൽ ചെയ്യുന്നതാണെങ്കിൽ, കൺവെൻഷൻ രീതിയിൽ ചെയ്യുന്നതാണെങ്കിൽ 5 25 ബാക്കി 2 ഈ ക്രമത്തിൽ ശിഷ്ടം എഴുതണം, ഇല്ല തെറ്റിപ്പോവും. 5 22 5 7 32 37 7 5 35 3 7 43 3 52 5 7 5 12 1 4 2 6 5 56 25 അതിനെ കിട്ടുക. പക്ഷെ ലേറ്റ് സമയം എടുക്കും. ഇപ്പൊ അബാക്കസിലൂടെ ബിഗ് ഫ്രണ്ട്, അബാക്കസ് പഠിച്ചവർക്ക് അറിയാം. ബിഗ് ഫ്രണ്ട് അത് വേദഗണിതത്തിൽ നിഖിലമാണ്. നിഖിലം എന്ന് പറഞ്ഞാൽ 9 നമ്മൾ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 9ന്റെ നിഖിലം എടുക്കുക. 9ന്റെ നിഖിലം 10 നിന്ന് 9 കുറച്ചാൽ 1. 10 കുറവായതുകൊണ്ടാണ് -8. നെഗറ്റീവ് ഈ നെഗറ്റീവ് ഇടാൻ കാരണം 10 കുറവായതുകൊണ്ടാണ്. 8 ആണെങ്കിൽ 10 നിന്ന് 8 കുറച്ചാൽ -2. 1 2 2 8 1 കുറക്കുക 7, അല്ലെങ്കിൽ 9 2 കുറക്കുക 72 9 72. പക്ഷെ കുട്ടികൾ പഠിക്കേണ്ടത് 9 8 ഇങ്ങനെ കണ്ടുപിടിക്കലല്ല, 9 8 72 ബ്രെയിനിൽ വേണം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു 43നെ 43 കൊണ്ട് ഗുണിക്കുന്നതാണ് 43ന്റെ വർഗം. 43ന്റെ വർഗം കാണാൻ ഒരു വഴി 3 3 9 നമ്മൾ ചെയ്തു. 4 3 12 12 24 ബാക്കി 2 4 4 16 2 18. ഇതൊരു വഴിയാണ്. ഇത് സ്പെസിഫിക് മെത്തേഡ് അല്ല, ജനറൽ മെത്തേഡാണ്. അപ്പം 95നെ 95 കൊണ്ട് ഗുണിക്കുമ്പോൾ ജനറൽ മെത്തേഡ് ഏതാന്ന് ചോദിച്ചാൽ 5 25 ബാക്കി 2 9 5 40 40 92 92 ബാക്കി 9 9 9 81 9 90 25. ഇതിനൊക്കെ സ്പെസിഫിക് മെത്തേഡ് വേറെ ഉണ്ട്. 99ന്റെ സ്ക്വയർ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 9 9 81 8 9 9 81 81 162 8 170 17 9 9 81 17 98. അപ്പൊ ഇതൊക്കെ സ്പെസിഫിക് ജനറൽ മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മൾ ആകെ ഗുണിക്കുന്ന ജനറൽ മെത്തേഡ് എങ്ങനെയാ? 42നെ 21 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇത് പഠിച്ചിരിക്കണം. ജനറൽ മെത്തേഡ് 1 2 2 1 4 4 4 8 4 2 8. ഇതുപോലെ 42നെ
42 കൊണ്ട് ഗുണിക്കുമ്പോൾ ജനറൽ മെത്തേഡ് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. 2 4, 4 2 8 16, ബാക്കി 1, 4 4 16 1 17. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 2 അക്കമുള്ള 2 ന്യൂമറിലുള്ള ഒരു സംഖ്യയുടെ വർഗം എങ്ങനെ കാണുന്നുള്ളതാണ്. ജനറൽ മെത്തേഡിൽ ഇതൊക്കെ ജനറൽ മെത്തേഡ് ഇപ്പം പറഞ്ഞേക്കുന്ന ജനറൽ മെത്തേഡ് ആണെങ്കിലും ശരിക്കുള്ള മെത്തേഡ് ജനറൽ മെത്തേഡ് ഇതാണ്. നിങ്ങളിപ്പം 2 1 സ്ക്വയർ കാണണം. വഴി എന്താന്ന് ചോദിച്ചാൽ 1 1 1 2 കൂടി ഗുണിക്കുക. 1 2 2, അതിനെ 2 കൊണ്ട് ഗുണിക്കുക. 2 4, അതിനുശേഷം 2 4 4. നിങ്ങൾ 31 ആദ്യം പരിശീലിക്കുമ്പം 41 51 61 71 81 91 ടൂടിച്ചിട്ട് ഇവിടെയെങ്കിലും ആദ്യം 1 എടുക്കാൻ കാരണം ക്രിയ എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ വർഗം കാണാനുള്ള ഫസ്റ്റ് രീതി ഇതാണ്, ഒന്നാമത്തെ രീതി ഇതാണ് പഠിക്കേണ്ടത്. മറ്റത് പല വിധത്തിലും കാണാം. a + b ഹോൾ സ്ക്വയർ നമുക്കറിയാം a² + 2ab + b സ്ക്വയർ ആണ്. അതിൽ നിന്നാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. 31 സ്ക്വയർ ഞാൻ കാണുന്നത്. 1 1 1ന്റെ സ്ക്വയർ, 1 1 1ന്റെ സ്ക്വയർ. 2ab 2 കൂടി ഗുണിക്കുന്നു. 1 3 3 2 6. ഇവിടെ അല്ലേ a സ്ക്വയർ, 3 3 9. ഇതിങ്ങനെ നിങ്ങൾ പരിശീലിക്കണം. 1 1 1 1 4 4 8 4 16. ഈ ഒന്നെഴുതിട്ട് ഒന്നെഴുതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം. ഒന്ന് നോക്കണം. 1 1 1 1 5 I 2 10 1 I 5 21 26. ഇതുപോലെ നിങ്ങൾ പരിശീലിക്കണം. 1 1 1 1 6 6 2 12, ബാക്കി 1. കുറച്ച് വ്യത്യാസം വന്നു. 1 1 1 1 6 2 12, ബാക്കി 1. 6 6 36 1 37. ഒന്നുകൂടി പറയുന്നത്. 1 1 1 1 സ്ക്വയർ 1 1 7 7 2 14, ബാക്കി 1. 7 7 49 1 50. ഇതുപോലെ നിങ്ങൾ ഏത് സംഖ്യ ഇട്ടിട്ടും 1 8 8 1 1ന്റെ സ്ക്വയർ 1 1 8 8 8 2 16, ബാക്കി 1. 8 64 1 65. ഒന്നുകൂടി ചെയ്യുന്നത്. 1 1 1 1 9 9 2 18, ബാക്കി 1. 9 9 81 1 82. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ ഇട്ടിട്ട് ചെയ്തു നോക്കണം. ഇനി ഞാനിവിടെ ചെയ്യുന്നത് 65ന്റെ സ്ക്വയർ ഞാൻ കാണുന്നു. ഇനി ഇത് തന്നെ സ്പെസിഫിക് മെത്തേഡ് എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ 65ന്റെ സ്ക്വയർ കാണുന്നു, അല്ലെങ്കിൽ 23ന്റെ സ്ക്വയർ കാണുന്നു. സ്പെസിഫിക് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് 65ന്റെ സ്ക്വയർ നമ്മൾ കാണുന്ന ഇത് ജനറൽ മെത്തേഡിൽ തന്നെ ചെയ്യുക. ഒരു മെത്തേഡ് ഇതാ. 65 × 65 I 5 25. നമ്മൾ ചെയ്യുന്നത് ജനറൽ മെത്തേഡ് I 5 25, ബാക്കി 2. 6 5 30 30 62 62 6 6 36 42. ഇനി സ്ക്വയർ മെത്തേഡ് ചെയ്താൽ ഇതാ നമ്മളിപ്പോ പറഞ്ഞ മെത്തേഡ് സ്ക്വയർ കാണുമ്പോൾ ചെയ്താൽ I 5 25, ബാക്കി 2. 6 5 32 60 6 5 32 60, ഈ രണ്ടും 62 6 6 6 36 42. ഇത് സ്പെസിഫിക് മെത്തേഡാണ്. അപ്പൊ സ്ക്വയർ കാണുമ്പോൾ ജനറൽ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുക. സ്പെസിഫിക് മെത്തേഡ് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി എളുപ്പം വേണ്ടിയിട്ടാ. 99ന്റെ സ്ക്വയർ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ 42ന്റെ സ്ക്വയർ നമ്മൾ കാണുമ്പോൾ, 11ന്റെ സ്ക്വയർ നമ്മൾ കാണുമ്പോൾ സ്പെസിഫിക് മെത്തേഡ് ഉപയോഗിച്ചാൽ വേഗം കഴിയും. ഇപ്പോൾ 99ന്റെ സ്ക്വയർ കാണുമ്പോൾ ഞാൻ പുതിയ മെത്തേഡ് പറയുന്നത്, അല്ലെ 65ന്റെ സ്ക്വയർ കാണുമ്പോൾ പുതിയ മെത്തേഡ് പറയുന്നത്. ഒരു സ്പെസിഫിക് മെത്തേഡാണ് 65 × 65 എന്ന് ഞാൻ എഴുതി. ഇതിന്റെ പ്രത്യേകത 2 അക്കമുള്ള അല്ലെങ്കിൽ 3 അക്കമുള്ള എത്രയായാലും പ്രശ്നമല്ല. 2 അക്കമുള്ള ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം തമ്മിൽ കൂട്ടുമ്പോൾ 10 കിട്ടുന്നത്. വേറെ തരത്തിൽ പറഞ്ഞാൽ 2 അക്കമുള്ള സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾ 2ഉം 5 ആണ്. 10ന്റെ സ്ഥാനത്ത് അക്കം ഒരേ അക്കം തന്നെ 66 6. ഇങ്ങനത്തെ കേസിൽ ഇതിനേക്കാൾ എളുപ്പത്തിൽ ചെയ്യാൻ I 5 25. 6നോട് 1 കൂട്ടുക 7 7 6 42. നമ്മൾ ചെയ്യുമ്പോൾ
ഇത് ശരിയാവണമെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് മെത്തേഡ് ശരിയാക്കാൻ നിങ്ങൾ ഓരോന്നായിട്ട് പ്രാക്ടീസ് ചെയ്താ നോക്കുക. രണ്ടക്കമുള്ള സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം 5 ആണ്, 10ന്റെ സ്ഥാനത്ത് അക്കം തുല്യമാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രം അതാ സ്പെസിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിലെ എല്ലാം അങ്ങനെയാ. രണ്ടക്കമുള്ള സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം 5 ആണ്, 10ന്റെ സ്ഥാനത്ത് അക്കം തുല്യമാണ്. 95 × 95 ആണെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം 5 ആണ്, 10ന്റെ സ്ഥാനത്ത് അക്കം തുല്യമാണ്. ഇങ്ങനത്തെ കേസിൽ നിങ്ങൾ ചെയ്യുക ING 25, 1ന്റെ കൂടെ എപ്പോഴും 1 കൂട്ടുക, 2 21 2. ING 25 3 2 6. ING 20 നിങ്ങൾ ചെയ്ത് പഠിക്കണം. 4 3 12. ING 25 I4 20. ING 25 6 5 30. ING 25 7 6 42. ING 25 8 7 56. ING 25 1 കൂട്ടി 9 9 8 72. ING 25 19 90. അപ്പോ സ്പെസിഫിക് മെത്തേഡിന്റെ ആവശ്യം ഇതാണ്. 5 തിരിച്ചിപ്പറം വരുന്ന 5 51 52 53 54 55 ഇങ്ങനെ കുറെ എഴുതിയിട്ടിങ്ങനെ 56 57 58 59 എത്രയെങ്കിലും 40 എല്ലാം എഴുതിക്കോ. 5 ഇപ്പുറം 1 2 3 എഴുതി. ഞാൻ ഇതുകൊണ്ട് ഗുണിക്കുന്ന 52 53 54 55 56 57 58 59 ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സാധാരണ ഗുണിക്കാം. 55ന് 55 × 51 സ്ക്വയർ ഇങ്ങനെ കാണാം. 51 സ്ക്വയർ എത്രയാണ്? 1 1 1 5 2 10 ബാക്കി 1 5 21 26 2061. ഇതിങ്ങനെ ചെയ്യണം. കുറച്ചുകൂടി എളുപ്പത്തിൽ വരുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ സ്പെസിഫിക് മെത്തേഡല്ല, ഇത് ജനറൽ മെത്തേഡാ. സ്പെസിഫിക് മെത്തേഡ് നോക്കിക്കോളെ. ഇവിടെ 51 × 1ന്റെ പ്രത്യേകത ഒറ്റയുടെ സ്ഥാനത്ത് അക്കം തുല്യമാണ്. നേരത്തെ അല്ല, 10ന്റെ സ്ഥാനത്ത് അക്കം 5 ആണ്. എല്ലാറ്റിലും എല്ലാറ്റിലും ഒറ്റയുടെ സ്ഥാനത്ത് അക്കം തുല്യമാണ്, 10ന്റെ സ്ഥാനത്ത് അക്കം 5 ആണ്. ഇത് രണ്ടും ഒരു പ്രത്യേകതയാണ്. 54 54 ഗുണിക്കുമ്പോൾ 4 4 16 2 ഡിജിറ്റ് വരണം. സ്പെസിഫിക് മെത്തേഡിന് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. ING 24 29. 55 × 55 ING 25 ING 25 5 30. 56 × 56 6 36 2 ഡിജിറ്റ് വരും ഇവിടെ. ING 25 31. 7 49. ING 25 32. 8 64. ING 28 33. 9 81. ING 29 34. പ്രശ്നമില്ല. ഒരു ഡിജിറ്റ് മാത്രം വരും. ഒരു ഡിജിറ്റ് മാത്രം വരുമ്പോ 2 4. ഒരു ഡിജിറ്റ് മാത്രം വരുമ്പോ 3 9. ഇനി ഇതാ ING 25 1 26. ഇതാ 2061. ഇതെന്താ അടുത്ത സ്റ്റെപ്പ്? ING 22 27. ഇവിടെ എങ്ങനെ വരിക? ING 23 28. ഇങ്ങനെ ഗുണിക്കുമ്പോ ഈ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം ഗുണിക്കുമ്പോൾ ഒരു ഡിജിറ്റ് മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ 0 1 ഇടണം. ഒരു ഡിജിറ്റായി ഇവിടെ 2 4. ഒരു ഡിജിറ്റായി ഇവിടെ 3 9. ഇനി നിങ്ങൾ ഈ സ്പെസിഫിക് മെത്തേഡ് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ 53 53 സ്ക്വയർ ചെയ്യുമ്പോൾ ശരിക്കുള്ള മെത്തേഡ് എന്താണ്? 3 9. I3 15 2 30 3. ING 23 28. ഇതാ ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷെ ഇതുകൂടി വേദിക് മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ ഇതുകൂടി അറിയണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോ ഇന്ന് പഠിച്ചത് മെയിനായിട്ട് പഠിച്ചത് ഇതാണ്. ഏതെങ്കിലും ഒരു 2 അക്കമുള്ള സംഖ്യയുടെ സ്ക്വയർ, ഏതെങ്കിലും ഒരു സംഖ്യ 46 സ്ക്വയർ കാണണം, 46ന്റെ സ്ക്വയർ കാണണം, 31ന്റെ സ്ക്വയർ കാണണം, 24ന്റെ സ്ക്വയർ കാണണം. ഇതുപോലെ കുറെ സംഖ്യ നിങ്ങൾ ചെയ്തു നോക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻ വരുമ്പോൾ കമന്റ് ബോക്സിൽ ഇടാം. എന്തും ചെയ്യാം. 46ന്റെ സ്ക്വയർ പ്രയാസ. 6 6 36 ബാക്കി 3. 4 6 24 2 48 3 51 ബാക്കി 5. 4 6 16 5 21. ഇന്ന് പഠിച്ച ഇതാണ്. 1 1 1 അവിടെ 2 സ്ഥാനം 0 ഉണ്ടാവും. 1 1 1 1 3 3 2 6 3 3 9. അതാ 1 2 ചെയ്യുന്നേ ആദ്യം. 4 4 16 ബാക്കി 1. 24 8 2 16 1 17 ബാക്കി 1. 22 4 1 5.
നിങ്ങൾ ചെയ്യേണ്ടത് ആ ഏറ്റവും ചെറിയ ഡിജിറ്റ് ആദ്യം ഇടണം. 21, 32, 41, 52 ഇങ്ങനെയുള്ള ഡിജിറ്റ് ഇടണം. അതിനുശേഷം വലിയ വലിയ പഠിക്കാവൂ. 21 സ്ക്വയർ 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 എത്രയാണ്? 1 1 1, 1 2 2, 2 4, 2 4. ഇത് നോക്കിയട്ടെ. 2 4, 3 2 6 2 12, ബാക്കി 1, 3 3 9 1 10, 1 1 1, 1 4 4 2 8, 4 4 16. ഇത് നോക്കിയാനെ. 2 4, 5 5 20, 2 5 22 27. വേദിക് മാത്തമാറ്റിക്സിലുള്ള ജനറൽ മെത്തേഡും സ്പെസിഫിക് മെത്തേഡും സ്ക്വയർ കാണാനുള്ള ഇതാണ്. ഞാനിവിടെ ഒരു സംഖ്യ എഴുതാണ്. 31 എന്ന് ഞാൻ എഴുതി. ഒറ്റയുടെ അക്കമുണ്ട്, 10ന്റെ അക്കമുണ്ട്. ഒറ്റയുടെ അക്കം എ ആണെന്ന് വിചാരിച്ചോളൂ, 10ന്റെ അക്കം ബി ആണെന്ന് വിചാരിച്ചോളൂ. നമുക്ക് 31ന്റെ സ്ക്വയർ കാണണം. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ഒറ്റയുടെ അക്കത്തിനാണ് തുടങ്ങിയത്. 1 1 1 എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണ്. നമ്മൾ ആദ്യം കാണുന്ന എ സ്ക്വയർ ആണ്. 1 1 1. രണ്ടാമത് കാണുന്ന സ്റ്റെപ്പ് എന്താണ്? എയും ബിയും കൂടി ഗുണിച്ചിട്ട് 2ab ആണ്. 2ab ആണ്. എയും ബിയും കൂടി 1 3 3, 2 കൊണ്ട് ഗുണിച്ച് 3 2 6. 2 × a × b 6. അടുത്ത ഏതാണ് സ്റ്റെപ്പ്? ബി സ്ക്വയർ ആണ്. 3 സ്ക്വയർ എത്രയാ? 9. ബി സ്ക്വയർ പ്ലസ് 2ab പ്ലസ് എ സ്ക്വയർ എന്നൊക്കെ പറയുമ്പോൾ കോംപ്ലിക്കേഷൻ ആവുന്നത് കൊണ്ടാണ് നമ്മൾ ഇതാ 41 സ്ക്വയർ ചെയ്യേണ്ടത്. 1ന്റെ സ്ക്വയർ 1. 1 × 4 × 2 മനസ്സിൽ പെട്ടെന്ന് കിട്ടണം. 1 × 4 ചെയ്യൂല. ഇതാ 4 2 കൂടി മനസ്സിൽ ഗുണിച്ചു. 8 4 2 8, 4 4 16. ഇതാണ് എന്റെ മെത്തേഡ്. നമ്മൾ വേദഗണിതത്തിൽ ജനറൽ മെത്തേഡ് അല്ലാതെ സ്പെസിഫിക് മെത്തേഡ് എന്തിന് അവർ നിർദ്ദേശിക്കുന്നു എന്നതിന്റെ വ്യക്തമായ ഒരു ഉദാഹരണം ഞാനിവിടെ പറയാൻ പോവാണ്. 99 സ്ക്വയർ നമ്മൾ കാണുന്നു. ഈ ജനറൽ മെത്തേഡ് സ്ക്വയർ കാണുമ്പോൾ 9 81, ബാക്കി 8. ഇത് 2 കൂടി ഗുണിച്ച് 2 കൊണ്ട് ഗുണിക്കുന്നു. 9 9 81 2, 162 8, 170 17. 9 9 81 17 98. അപ്പൊ 99ന്റെ സ്ക്വയർ നമുക്ക് എത്ര കിട്ടി? 98.01 കിട്ടി. ഇത് കോംപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ സ്പെസിഫിക് മെത്തേഡ് നിർദ്ദേശിക്കുന്നതിൽ കൂടെ 99 വരണം. അതായത് 100നോട് അടുത്ത് കിടക്കുന്ന സംഖ്യ അത് 99 വന്നു. ഇവിടെ 99 തന്നെ നമ്മൾ എഴുതി. ഇതിന്റെ എളുപ്പവഴി സ്പെസിഫിക് മെത്തേഡ്. സ്പെസിഫിക് മെത്തേഡ് all from 9 last from 10. ഇത് പല സ്ഥലത്തും ആവശ്യമുണ്ട്. all from 9 last from 10. നോക്കിക്കോളെ. 99 എന്നുള്ള രണ്ടാമത് എഴുതിയ സംഖ്യയിൽ നിന്ന് 1 കുറക്കുക. എപ്പോഴും 1 കുറക്കുക. ഏക ന്യൂനേന പൂർവേണ. അതാണ് 99 1 കുറച്ചാൽ 98. അതിനുശേഷം all from 9 last from 10. 9 9 കുറച്ചാൽ 0. ലാസ്റ്റ് ഫ്രം 10 10 10 9 കുറച്ചാൽ 1 98.0. അപ്പൊ മറ്റതിനേക്കാൾ എളുപ്പമായി. അപ്പൊ 99. അത് ഇതെന്താണ് കോംപ്ലിക്കേഷൻ? 9 9 തന്നെ വരണം ഇവിടെ. ഇത് നിങ്ങൾ എത്ര വലിയ ഏത് 9 9 വലിയ സംഖ്യ എഴുതാ. 9 9 9 9 9 9 നമ്മൾ 3 ഡിജിറ്റ് ടൈപ്പ് ഇതാ ചെയ്യുന്നതാണെങ്കിൽ ഗുണിക്കുമ്പോ 9 9 9 9 9 8 എഴുതി. 1 കുറച്ചു. all from 9 last from 10. 9 9 കുറച്ചാൽ 0, 9 9 0, 10 9 കുറച്ചാൽ 1. ഇത് വേറൊരു കാര്യമുണ്ട്. ഇത് ഇവിടെ എന്ത് സംഖ്യയാണ് കിട്ടും. ഇപ്പൊ ഇവിടെ സ്ക്വയർ കാണുന്ന ഈ സ്പെസിഫിക് മെത്തേഡ് മറ്റു സംഖ്യക്കും ബാധകമാണ്. 9 9 9 8 7 4 വെച്ചു. അതും ഇത് ഉപയോഗിച്ച് ചെയ്യാം. ഇവിടെ 9 9 9 അല്ലെങ്കിലും ഇവിടെ 9 9 പറഞ്ഞ ഏത് സംഖ്യ വന്നാലും ഇതുപോലെ ചെയ്യാം. 8 7 4 1 കുറച്ചിടുക. 8 7 3. ഇനി all from 9 എല്ലാം 9 നിന്നും അവസാനത്തെ 10 നിന്നും. 9 8 കുറച്ചാൽ 1, 9 7 കുറച്ചാൽ 2, ലാസ്റ്റ് ഫ്രം 10 10 4 കുറച്ചാൽ 6. അപ്പൊ ഇത് ഗുണിച്ചാൽ ഇത് ഗുണിക്കണമെങ്കിൽ എത്ര സമയം എടുക്കും? ഇപ്പൊ നമ്മൾ 56 × 56 ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനറൽ മെത്തേഡിലും ചെയ്യാം, സ്പെസിഫിക് മെത്തേഡിലും ചെയ്യാം. ഞാനൊന്ന് വിശദമാക്കുന്നത്. ജനറൽ മെത്തേഡിൽ ഞാൻ ഒന്ന് ചെയ്യുന്നത്
6 ഒറ്റയുടെ സ്ഥാനത്ത് അക്കം രണ്ടും തുല്യവും 10ന്റെ സ്ഥാനത്ത് അക്കം 5 ആയതുകൊണ്ട് I5 26 31. ഒരു മെത്തേഡ് ഇതാ, സ്പെസിഫിക് മെത്തേഡ്. 56 ഗുണിക്കുമ്പോൾ 6 36, I5 26 31. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജനറൽ മെത്തേഡ് തന്നെ ചെയ്യാം. 56 × 56 ഞാൻ ജനറൽ മെത്തേഡ് ചെയ്യുന്നു. ജനറൽ മെത്തേഡിൽ 6 36 ബാക്കി 3, I6 30 30 63 ബാക്കി 6, I5 25 6 31. ജനറൽ മെത്തേഡാണ്. ഞാനൊരു സംഖ്യ എഴുതുന്നു, 90 25. ഇത് ഏതെങ്കിലും എണ്ണൽ സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചിട്ട് കിട്ടിയതാണോ എന്ന് പരിശോധിക്കാൻ ഒരു വഴിയുണ്ട്. ഇതിന്റെ ഡിജിറ്റ്സം കാണുക. അതായത് 9 + 0 + 2 + 5 ഡിജിറ്റ്സം. അത് 9 2 0 കൂട്ടുന്നല്ല, 9 2 11 16. വീണ്ടും 1 + 6 ആക്കും. എത്ര കിട്ടി? 7. ഇതുപോലെ ഏത് പൂർണ്ണവർഗത്തിനെയും ഡിജിറ്റ്സം ആക്കിയാൽ ഒന്നുകിൽ 1 വരും, അല്ലെങ്കിൽ 9 വരും, അല്ലെങ്കിൽ 4 വരും, അല്ലെങ്കിൽ 7 വരും. ഇതേ വരൂ. ഓർമ്മിക്കാൻ, സ്വാതന്ത്ര്യം കിട്ടിയ വർഷം 1947. അതിലുള്ള ഒന്നുകിൽ 1 വരും, 9 വരും, 4 വരും, 7 വരും. അപ്പൊ ഒരു സംഖ്യ പൂർണ്ണസംഖ്യ ആണെങ്കിൽ, അതാണ് ശ്രദ്ധിക്കേണ്ട വിഷയം, ആണെങ്കിൽ അതിന്റെ ഡിജിറ്റ്സം അക്കങ്ങളെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 1 9 4 7 വരും. ഇനി വരാത്ത സംഖ്യ അല്ലെ കൂട്ടിക്കഴിഞ്ഞാൽ 1 9 4 7 വരുന്ന സംഖ്യ എല്ലാം പൂർണ്ണസംഖ്യയാണ് വെച്ചല്ല. അത് നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷനാണ്. ഒരു സംഖ്യ ഇങ്ങനെ പഠിക്കണ്ടേ, ഒരു സംഖ്യ പൂർണ്ണസംഖ്യ ആണെങ്കിൽ അതിലുള്ള ഓരോ അക്കത്തിന്റെയും ഡിജിറ്റ് തമ്മിൽ കൂട്ടിയാൽ 1 9 4 7 വരും. അത് ഇത് പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരിക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണസംഖ്യ ഏത് എന്ന് ചോദിക്കും. 4 2 6, 6 8 14, 1 4 5 ഇല്ല, പൂർണ്ണവർഗമല്ല. മത്സരാർത്ഥികൾക്ക് ചെയ്തു നോക്കണ്ട. 3 2 5, 5 4 9, ഇതാണ് നിൽക്കട്ടെ, 9 വരുന്നുണ്ട്. 5 2 7 8 15, 1 5 6 വരുന്നില്ല, വിട്ട്. 7 1 8, 8 2 10, 7 1 8, 8 2 10, 1 0 1 വരുന്നുണ്ട്. ഇപ്പൊ 9 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്. അപ്പൊ ചിന്തിക്കും, ഒരു പൂർണ്ണവർഗത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം 2 3 7 8 വരില്ല. അതിങ്ങനെ ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരു പൂർണ്ണവർഗ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം 2 3 7 8 വരില്ല. കാരണം ഒരു സംഖ്യ അതേ സംഖ്യ ഗുണിച്ചാൽ 2 കിട്ടൂല, ഒറ്റത്ത് 3 കിട്ടൂല, 7 കിട്ടൂല. അപ്പൊ ഇവിടെ എന്താണ്, 9 7 1 8 2 10 1, ഇവർ 2 വന്നു, അത് പറ്റില്ല. ഇനി അതൊക്കെ എടുക്കുന്ന ക്ലാസ്സിൽ എടുക്കും. 316 വന്ന് അറ്റത്ത് വരുന്ന പൂജ്യങ്ങൾ ഇരട്ടിയായിരിക്കണം, എന്നാൽ വർഗമാവും. 2 വര, 4 വര, 6 വര, 3 വന്നാൽ അതെന്തല്ല, പൂർണ്ണവർഗമല്ല. അപ്പൊ നമ്മൾ ഇന്ന് പരിശീലനം നേടിയത് 2 അക്കമുള്ള ഒരു സംഖ്യയുടെ വർഗം, സ്ക്വയർ, വേദഗണിതത്തിലൂടെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ 3 അക്കമുള്ളതും 4 അക്കമുള്ള ഒക്കെ സ്ക്വയറും ഒക്കെ വരുമ്പോൾ നമുക്ക് അടുത്തടുത്ത എപ്പിസോഡിൽ ചെയ്യാം. അതുപോലെ വർഗമൂലം അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. ഇത് നിങ്ങൾ 10 ഒരു ഉദാഹരണമെങ്കിലും സ്വന്തമായിട്ട് എഴുതി അതിൻ്റെ സ്ക്വയർ വർഗം കണ്ട് ശരിയാണോ എന്ന് പരിശോധിക്കണം. വിദ്യാർത്ഥികളാണെങ്കിൽ ക്ലാസ്സിൽ ഇങ്ങനെയുള്ള ഒരു അവസരം വരുമ്പം, SSLC ആണ്, അർത്ഥമെറ്റിക് പ്രോഗ്രഷൻ ചെയ്യുമ്പം, സമാന്തര ശ്രേണി ചെയ്യുമ്പോഴും, വൃത്തം ചെയ്യുമ്പോഴും, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ചെയ്യുമ്പോഴും, ഏത് ചാപ്റ്ററിലും ഞാൻ സ്ക്വയർ കഴിയുന്ന കാണിച്ചു തരാം, സോളിഡ്സ് ആയാലും എന്തിനും. അപ്പൊ ഇങ്ങനെ അവസരം വരുമ്പം മുഴുവനും നിങ്ങൾ ഈ വേദിക് മാത്സ് ഉപയോഗിച്ച് ശീലിച്ചാൽ പിന്നീട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഗുഡ് ബൈ.